ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐറ്റമാണ്. കറികളൊന്നും കൂടുതലില്ലാത്ത ദിവസങ്ങളിൽ ചൂടുള്ള ചോറിൻ്റെ കൂടെ എളുപ്പത്തിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചമ്മന്തിയാണ് നെല്ലിക്ക വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ചമ്മന്തിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ 3 നെല്ലിക്ക എടുത്തിട്ട് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ തീക്കനലുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചുട്ടെടുത്താൽ മതി. ഞാനിപ്പോൾ അതിന് പകരം ഗ്യാസിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പപ്പടമൊക്കെ കുത്തിയെടുക്കുന്ന കമ്പി കോലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി. പക്ഷേ ഈ മരത്തിൻ്റെ വെച്ച് ചെയ്യേണ്ട കേട്ടോ, കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. വലുതുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചൂടാക്കി എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കത്തിയുടെ അറ്റത്ത് ഇതുപോലെ കുത്തി വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒന്ന് ചുട്ടെടുത്താൽ മതി, ഒരുപാട് കരിഞ്ഞു പോകണ്ട. ചെറിയൊരു വെന്തിട്ടുള്ള ടേസ്റ്റ് ഇതാ ഈ ഒരു രീതിയിൽ. അപ്പം 3 ഇതുപോലെ തന്നെ ആക്കിയിട്ട് സൈഡിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇത് നന്നായിട്ട് ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കുക. ഇത് ഇവിടെ ഒരു സൈഡിലിരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് മുളകൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. അതിനായിട്ടൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 4-5 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടെ ഒന്ന് വറുത്തെടുക്കുക. ഇതിൻ്റെ പച്ച ടേസ്റ്റ് തന്നെ ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് ആ നെല്ലിക്ക ചുട്ടെടുത്തതിലേക്ക് ഒന്നിച്ചിട്ട് അരച്ചെടുത്താലും മതി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഉണക്കമുളകാണ് ചേർക്കുന്നത്. ഒരു 6-7 ഒക്കെ എടുക്കുക. അത്യാവശ്യം എരിവുണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. മുളക് പിന്നെ ഒരുപാട് കരിഞ്ഞു പോകണ്ട. അപ്പോൾ ഇതുപോലെ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കി വെക്കുക. ഇനിയിപ്പം മുളക് ചുട്ടെടുത്ത ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ നെല്ലിക്ക ചുട്ടെടുത്ത പോലെ തന്നെ ജസ്റ്റ് അങ്ങനെ ചുട്ടെടുത്തിട്ടും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള നെല്ലിക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ റെഡിയാക്കിയിട്ടുള്ള മുളക് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇത്തിരി കൂടെ പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാളംപുളി ഇട്ട് കൊടുക്കുക. കൂടുതൽ വേണ്ടി വരില്ല, കാരണം നെല്ലിക്കയ്ക്ക് കുറച്ചൊരു പുളി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ട് ഈ ഒരു രീതിയിലാക്കിയെടുക്കുക. അപ്പം ഇത് ഇങ്ങനെ തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഒരിത്തിരി പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയതൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്കിത് ഈ ഒരു രീതിയിൽ നല്ല ഉഷാറായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തതിന് ശേഷം ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ചമ്മന്തി റെഡി ആയിട്ടോ. നമ്മളെ മാങ്ങാ ചമ്മന്തി അല്ലെങ്കിൽ സാധാ തേങ്ങ ചമ്മന്തിയുടെ അത്രയ്ക്കൊന്നും ടേസ്റ്റ് ഇല്ല സത്യം പറഞ്ഞാൽ. എന്താണെന്ന് വെച്ചാൽ ഒരു നെല്ലിക്കയുടെ ഒരു ചവർപ്പ് ഉണ്ടാവില്ല. എന്നാലും ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ വേറെ ഒരു കറി ഇല്ലാത്ത സമയത്തൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഒരിത്തിരി ഉണക്കമീൻ വറുത്തതോ ഉണക്കമീൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കൂടിയൊക്കെ ചേർത്ത് വറുത്തത് ഉണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് ചോറിനാനായിട്ട് പറ്റും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പി കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്